ആഘോഷങ്ങളുടെ മാറ്റുകൂട്ടുന്നത് മധുരമാണ്. ആ മധുരം കേക്കായാലോ? അത് അതിമധുരമായി. ദേശഭാഷാ അതിർവരമ്പുകളില്ലാത്ത കേക്കിന്റെ പിറവിക്ക് പിന്നിൽ ഒരു വലിയ കഥയുണ്ട്, പാരമ്പര്യമുണ്ട്. പതിറ്റാണ്ടുകൾക്കപ്പുറത്തു നിന്നും വന്ന് സ്നേഹത്തിന്റെ കഥയുണ്ട്. 1883 ഒരു ഡിസംബറിൽ തലശ്ശേരിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ കേക്ക് പിറവി കൊണ്ടത്. ലോകത്തെ ഏറ്റവും വലിയ കറുവാപ്പട്ടത്തോട്ടത്തിന്റെ ഉടമയായ ബ്രൗൺ സാഹിബിന് അക്കൊല്ലത്തെ ക്രിസ്മസിന് ഒരു കേക്ക് വേണം. തന്റെ നാട്ടിൽ കേക്ക് സാധാരണയാണെങ്കിലും കേരളത്തിൽ അങ്ങനെ ഒരു പലഹാരമില്ല. കേക്ക് നിർമ്മിക്കാനായി സായിപ്പ് കണ്ടെത്തിയത് തലശ്ശേരിയിൽ ബിസ്ക്കറ്റ് ഫാക്ടറി നടത്തുന്ന ബാപ്പുവിനെയും. തന്റെ കയ്യിൽ കരുതിയിരുന്ന കേക്ക് ബാപ്പുവിന് കൊടുത്ത് സായിപ്പ് തന്റെ ആവശ്യം അറിയിച്ചു. കേക്ക് രുചിച്ച ശേഷം ബാപ്പു സായിപ്പിനോട് ആവശ്യപ്പെട്ടത് 10 ദിവസമാണ്. ആ 10 ദിവസത്തിൽ ബാപ്പു വിദേശിയായ കേക്കിനെ നാടൻ ചേരുവകൾ കൂടി ചേർത്ത് തനി നാടനാക്കി. ബാപ്പു നിർമ്മിച്ച കേക്ക് രുചിച്ച ബ്രൗൺ സാഹിബ് ആദ്യം പറഞ്ഞത് എക്സലന്റ് എന്നാണ്. അതൊരു തുടക്കമായിരുന്നു. മലയാളികളുടെ രുചിമുകുളങ്ങളിലേക്കും കാലാന്തരങ്ങൾക്കപ്പുറത്തേക്ക് നീണ്ട ഒരു സൗഹൃദത്തിലേക്കും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മമ്പള്ളി ബാപ്പു തുടങ്ങിയ റോയൽ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ ശാഖകൾ ആരംഭിച്ചു. ഇന്ന് തലശ്ശേരിയിലെ ബ്രൗണീസ് ബേക്കറി നടത്തുന്നത് മമ്പള്ളി ബാപ്പുവിന്റെ 4ാം തലമുറയിലെ രഞ്ജിത്താണ്. പാചകം മാത്രമല്ല, ക്രിക്കറ്റും മമ്പള്ളി കുടുംബത്തിന്റെ കയ്യിൽ ഭദ്രമാണ്. കുടുംബാംഗങ്ങളിൽ പലരും രഞ്ജി ടൂർണമെന്റിൽ ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. മമ്പള്ളി ബാപ്പുവും ബ്രൗൺ സാഹിബും മരിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ബാപ്പുവിന്റെ കുടുംബവും ഇംഗ്ലണ്ടിലെ ബ്രൗൺ സാഹിബിന്റെ കുടുംബവും തങ്ങളുടെ വേരുകൾ മറന്നിട്ടുണ്ടായിരുന്നില്ല. തന്റെ കുടുംബത്തിന് കേരളവുമായി ഉണ്ടായിരുന്ന ബന്ധം മനസ്സിലാക്കിയ ബ്രൗൺ കുടുംബത്തിലെ 4ാം തലമുറയിലെ പോൾ ബ്രൗൺ എങ്ങനെയും മമ്പള്ളി കുടുംബവുമായി ബന്ധപ്പെടാൻ ആഗ്രഹിച്ചു. വളരെ ആകസ്മികമായാണ് ബ്രൗണീസ് ബേക്കറി ലോകത്തെ ഏറ്റവും വലിയ കേക്ക് നിർമ്മിച്ച വാർത്ത പോൾ ബ്രൗൺ അറിയുന്നത്. കഥകളിൽ കേട്ട് പരിചയിച്ച മമ്പള്ളി ബാപ്പു എന്ന പേര് കണ്ട പോളിന് തന്റെ പാരമ്പര്യത്തിലേക്കുള്ള യാത്രയ്ക്ക് അധിക ദൂരമില്ലെന്ന് മനസ്സിലായി. ഇന്ത്യയിലെ ആദ്യ കേക്ക് പിറന്നിട്ട് 140 വർഷം തികയുന്ന വേളയിൽ പോൾ ബ്രൗണും കുടുംബവും തലശ്ശേരിയിലെത്തി. കേക്കും വീഞ്ഞും പോലെ ആ സൗഹൃദം വീണ്ടും ഊട്ടിയുറപ്പിക്കപ്പെട്ടു.